ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെ കട കോർപ്പറേഷനുകാര് വന്നിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഒപ്പിച്ച പണിയാണ് കേട്ടോ. എന്നാൽ രേവതിയെ എന്നേക്കുമായിട്ട് അവളുടെ കടയൊക്കെ പൂട്ടിയിട്ട് വീട്ടിലിരുത്തിക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഗംഭീര തിരിച്ചടി കൊടുക്കുകയാണ്. ആരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ രേവതിയുടെ ബിസിനസ് വീണ്ടും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാനുള്ള വഴി നമ്മുടെ സച്ചി ചെയ്തു വെക്കുന്നതായിട്ടുള്ള രംഗമൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. കോർപ്പറേഷനുകാരുടെ അടുത്ത് എന്തോരം പറഞ്ഞിട്ടും അവർ കേൾക്കാതെ കട അവരവിടെ കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത്. പോകുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, വന്നിട്ട് കോർപ്പറേഷനിൽ ഫൈൻ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി തിരികെ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് അവർ പോവാണേ. രേവതിയാണെന്നുണ്ടെങ്കിൽ നടു റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കോർപ്പറേഷനുകാർ കൊണ്ടുപോകുന്ന ആ രംഗം കണ്ടിട്ട് ചന്ദ്രമതിക്കും അതുപോലെ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് ശ്രുതിക്കും. ഇതെല്ലാം രവി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. രവി അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി അവിടെ നിന്നോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നോക്കി നിൽക്കാണോ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പിന്നെ അവളെ മാതിരി ഞങ്ങളും പോയിട്ട് കെഞ്ചണോ? പ്ലാറ്റ്ഫോമിലൊക്കെ കട വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കൊണ്ടുപോകലേ ചെയ്യാം. അപ്പോഴേക്ക് ശ്രുതി, എന്താ രേവതി ഇത് പ്രോപ്പറായിട്ട് പെർമിഷൻ ഒന്നും എടുക്കാതെയാണോ കട വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കാണ് കേട്ടോ. അതൊക്കെ കുറച്ച് പഠിച്ചാലല്ലേ അറിയുള്ളൂ. രണ്ടുപേരും സ്കൂളിന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി പറ്റുക? എന്തായാലും ഇങ്ങനെ സംഭവിച്ചതൊക്കെ നമുക്ക് നാണക്കേടാണ്. വാ ശ്രുതി, നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പോകുന്നത്. രേവതിയാണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ മേടിച്ചിട്ട് വരുന്ന സമയത്താണല്ലോ ഈ സംഭവം ഉണ്ടായിരുന്നത്. ആ ഓട്ടോയിലുള്ള ചേട്ടനാണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, ഇതാ പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് അടുത്ത ഓട്ടം പോകാനുണ്ട് എന്ന്. അപ്പോഴേക്കും രേവതി പേഴ്സിന് പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓട്ടോക്കാരൻ പോവാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ പൂവും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാതെ ഇങ്ങനെ പടിക്ക് തന്നെ നിൽക്കുവാണ് കേട്ടോ. രവിക്കാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ രവിയാണെങ്കിൽ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. സച്ചി വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കട കാണുന്നില്ല. രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുക. രേവതി, ഇവിടെ ഉണ്ടായിരുന്ന കട എവിടെ പോയെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോഴും രേവതി കരയുന്നുണ്ട്. എന്താ രേവതി, എന്താ നടന്നതെന്ന് വെച്ചാൽ പറ. നീ കരയാതെ എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് രേവതിയുടെ കയ്യിലുള്ള പൂവൊക്കെ പിടിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കയറി വരാണ് കേട്ടോ. വരുമ്പോ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇത് എന്തൊരു തോന്നിവാസാണിത്? നമ്മുടെ വീടിന്റെ പുറത്തല്ലേ നമ്മൾ കട വെച്ചിരിക്കുന്നത്, അതില് ഇവർക്ക് എന്താ അച്ഛൻ വന്നത്? കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ളത് മാത്രമല്ലേടാ നമ്മുടെ വീട്, പുറത്തുള്ളത് ഗവൺമെന്റിന്റെ അല്ലേ? ആയിക്കോട്ടെ അച്ഛാ എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? റോഡിന് വേണ്ടിയിട്ട് നമ്മളല്ലേ ടാക്സ് കെട്ടുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ എന്ന് കരുതിയിട്ട് റോഡിൽ കട വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആരും വെറുതെ വിടുമെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഞങ്ങളെന്താ റോഡിലാണോ കട വെച്ചിട്ടുണ്ടായിരുന്നത്? ഓരോരുത്തരെ ബിൽഡിംഗ് വരെ ആക്രമിച്ചിട്ട് കട വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ വെറുതെ വിടും. എന്നാ ഞങ്ങള് സൈഡിലൊരു കട വെച്ചപ്പോ അവർക്കൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ? ഞാനും അധികാരികളുടെ അടുത്ത് ഒരുപാട് സംസാരിച്ചു, എന്നാ അവരൊന്നും പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. കട വെച്ചിട്ട് അച്ഛ ഇത്രയും നാളായില്ലേ, ഇപ്പൊ എന്തിനാ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? അതല്ലേടാ പറഞ്ഞത്, അവർക്ക് എന്തോ കംപ്ലൈന്റ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓഹോ, അത്രയ്ക്കും ഈ ഏരിയയിൽ ആർക്കാ ധൈര്യം വന്നതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും അതുപോലെ ചന്ദ്രമതി ഒന്നും ഞെട്ടുന്നുണ്ടേ. പിന്നിലൂടെ വന്ന് കുത്തുവാണല്ലേ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് പറയണ്ടേ? ആരാച്ചാ കംപ്ലൈന്റ് കൊടുത്തതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇടാ ഒരിക്കലും അവര് പറയില്ല എന്ന് കാര്യം പറയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി, എനിക്ക് തോന്നുന്നു അച്ഛാ നമ്മുടെ അടുത്തുള്ള വീട്ടിലുണ്ടല്ലോ അയാളെയാണ് എനിക്ക് സംശയം. എപ്പം വേണമെങ്കിലും പൂവെടുത്ത് വരുമ്പോൾ അയാൾ ഒരുമാതിരി നോട്ടം നോക്കാറുണ്ട്. എന്തായാലും ഞാൻ അവനെ ഒന്ന് ചുരുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സച്ചി. എടാ നിക്കടാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും രവി പിടിച്ചു നിർത്തുന്നുണ്ട്. ഒന്നിനെ കുറിച്ചും അറിയാതെ എടാ അവിടെ ഇവിടെ പോയിട്ട് ഓരോരോ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ട് അച്ഛാ ആരാ അത് ചെയ്തെന്നുള്ള കാര്യം അറിയണ്ടെന്ന് ചോദിക്കുകയാണെ സച്ചി. എടാ അതിന് ഓരോരുത്തരെ വീട്ടിൽ കയറിയിട്ട് കഥക് മുട്ടിയിട്ട് നിങ്ങളാണോ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കാൻ പറ്റുമോ? ഒരു പെണ്ണ് സ്വന്തം കാലിൽ നിന്നിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് ആർക്കോ ചെറിയൊരു കണ്ണുകടി ഉണ്ട്, അത് വിട്ടേക്കടാ എന്നുള്ള കാര്യം പറയണേ. കാരണം രവിക്ക് ചെറിയൊരു സംശയമുണ്ട് ഈ രണ്ടെണ്ണം കൂടി ഒപ്പിച്ചതാണോ എന്നുള്ള കാര്യം. പക്ഷെ പുറത്ത് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പുറത്ത് കടയിടരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷെ എന്റെ സംസാരം ആരാ കേട്ടത്? ഇപ്പൊ കണ്ടില്ലേ, കോർപ്പറേഷനിലാണെങ്കിൽ വന്നിട്ട് എല്ലാം എടുത്തിട്ട് പോയി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ?
ഈ ചന്ദ്രമതിയുടെ ഈ സംസാരം കേൾക്കുമ്പോണ്ടല്ലോ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ആകെ ഉരുകുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ഇവരാണെന്നുള്ള കാര്യം സച്ചിക്ക് സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനും കശാപ്പ് ചെയ്ത് കളയും നമ്മുടെ സച്ചി. ആ പേടി രണ്ടെണ്ണത്തിനും ഉണ്ട് കേട്ടോ എന്തായാലും. തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചുമ്മാ ഒരു വണ്ടിയില് കട ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, ഒഫീഷ്യലായിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊന്നും അറിയാതെ വല്ല പച്ചക്കറി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുന്നത് മാതിരി പ്ലാറ്റ്ഫോമിൽ കട വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെ നടക്കുന്നു ചോദിക്കുകയാണെ സച്ചി. ഇപ്പൊ കട പോയില്ലേ, നിങ്ങളുടെ ഭാഗത്തും തെറ്റില്ലേ, പെർമിഷൻ എന്താ മേടിക്കാഞ്ഞെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഞാനെന്താ സ്വർണ്ണ വ്യാപാരം വല്ലതാണോ നടത്തുന്നത്, ആർക്കും ഒരു ശല്യം ഇല്ലാതെ വീടിന്റെ പുറത്ത് കട വെച്ച് നടത്തുന്നു, അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ആരാന്നുള്ള കാര്യം അറിയട്ടെ, അപ്പൊ ഉണ്ട് ബാക്കി ഞാൻ തരാം. അപ്പോഴും നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ. സച്ചി രേവതിക്ക് അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ചു കൊടുക്കുകയാണേ. ഞാൻ ഒരുപാട് കെഞ്ചി കേട്ടു സച്ചിയേട്ടാ, പക്ഷെ ഒരിച്ചിരി പോലും മനസ്സലിവില്ലാതെ അവര് കടയെടുത്തോണ്ട് പോയി. അതൊക്കെ വിട്ടേക്ക് രേവതി, തള്ളിക്കൊണ്ടുവന്ന വണ്ടിയല്ലേ, അത് നമുക്ക് ഫൈൻ കെട്ടിയിട്ട് മേടിച്ചോണ്ട് വരുന്ന കേസ് കെട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളെന്താ വലിയ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണോ കട ആരംഭിച്ചത്, മൊത്തം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ വേണ്ടിയിട്ട് വീണ്ടും എന്താ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണോ വിചാരിച്ചത്? എനിക്കൊരു അടയാളം വേണമെന്ന് വിചാരിച്ചിട്ട് സച്ചിയേട്ടൻ എനിക്ക് ആദ്യമായിട്ട് ചെയ്തു തന്ന കാര്യമാണ്, ഞാനും ജീവിതത്തിൽ മുന്നേറുമെന്ന് വിചാരിച്ചു, ഇപ്പൊ അതും കൈവിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണേ. രേവതി, അത് താനെ പോയതൊന്നുമല്ല, ആരോ ചെറിയൊരു കൊളുത്ത് കൊടുത്തതാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ശ്രുതിയെയും അതുപോലെ ചന്ദ്രമതിയെയും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ നോട്ടം കാണുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പൊ എന്നെ നോക്കുന്നത്, ഞാനാന്നുള്ള കാര്യം പറയാനാണോ? നിങ്ങൾക്ക് അതിന് മാത്രമുള്ള ബുദ്ധിയൊന്നുമില്ല, ഇത് നന്നായിട്ട് ക്രിമിനൽ പണി ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കുവാണേ. അത് ഞാൻ കണ്ടുപിടിക്കുന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതി ചോദിക്കുന്നത്, സച്ചിയേട്ടാ ആ വണ്ടി വീണ്ടും നമുക്ക് തിരികെ കിട്ടുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അതെന്താ കിട്ടാത്തത്, ഫൈൻ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടും എന്നുള്ള കാര്യം സച്ചി പറയുകയാണേ. എടാ എന്ന് കരുതിയിട്ട് വണ്ടി കിട്ടിയത് മാത്രം പോരല്ലോ, വീണ്ടും ഇവിടെ കട വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ വെക്കാൻ പറ്റാത്തെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ അതല്ലേടാ പറഞ്ഞത് കംപ്ലൈന്റ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നത്, ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊരു അടയാളം ഉണ്ടായിരുന്നു, എന്നാ ഇപ്പോ അതും പോയി, ഇനി ഞാൻ പഴയതുപോലെ തന്നെ വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കരയാണേ. രേവതിയുടെ കരച്ചിൽ കാണുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, രേവതി നീ ഇങ്ങനെ കരയാതെ, സ്വന്തമായിട്ട് നമ്മളൊരു ജോലി ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഇതൊരു അവസാനമായിട്ട് കാണരുത്. അച്ഛ നമ്മുടെ വീടിന്റെ പുറത്ത് തന്നെ കട വെക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ പുറത്തു പോയിട്ട് വേറൊരു കട വെക്കുക? അപ്പോഴേക്കും ചന്ദ്രമതി, ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം, ആർക്കൊക്കെ എന്തൊക്കെയാണോ കഴിയുന്നത് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 4 ചക്രമുള്ള ഒരു വണ്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ വലിയ ബിസിനസ്മാൻ ആവാൻ പറ്റുമോ? ഇപ്പൊ ശ്രുതിയെ കണ്ടില്ലേ, അവള് സ്വന്തമായിട്ട് പാർലർ നടത്തുന്നു, അതില് ചെറുതായിട്ട് അവള് വളർന്ന് വലിയ വലിയ നിലയിലേക്ക് എത്താൻ പോകുന്നു. കാരണം അവൾക്ക് അതിനുള്ള കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തടിയെടുത്ത ഉടനെ തന്നെ തെണ്ടൽക്കാരനായിട്ട് മാറും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. രേവതി കട പോയ വിഷമത്തിലുള്ളത്. ചന്ദ്ര, ഏത് സമയത്ത് എന്താ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? ഇല്ല അച്ഛ, അവര് പറയുന്നതും കറക്റ്റ് തന്നെയാണ്, ഞാനൊന്നും ഒരിക്കലും ഒരുപാട് ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വീണ്ടും കരഞ്ഞോണ്ടിരിക്കുകയാണ്. ജോലികളെല്ലാം നോക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോളാം, എനിക്ക് സ്വന്തമായിട്ട് എന്തിനാ ഒരു ജോലിയൊക്കെ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറയണേ രേവതി. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവാണ്. എനിക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം വെറുതെ ആയി പോയി, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള കാര്യമാണ് ദൈവത്തിന്റെ വിധിയെങ്കിൽ പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് സങ്കടത്തോട് കൂടിയിട്ട് രേവതി ഉള്ളിലേക്ക് പോവാണ്. രേവതി പോയി കഴിഞ്ഞ ശേഷം സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, എന്റെ യൂണിയൻ ഓഫീസിൽ ഒരു വക്കീലുണ്ട്, ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യണമെന്നുള്ള കാര്യം നോക്കാം. രേവതി വല്ലാതെ മനസ്സ് നൊന്തു പോയിട്ടുണ്ട്, അവള് രാവിലെ ഒന്നും കഴിക്കാതെ പോയത്, നീ അവളുടെ അടുത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞ് സച്ചിയെ പറഞ്ഞയക്കാണ് കേട്ടോ. തുടർന്ന് ചന്ദ്രമതിയെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ രവി. അത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ചെറിയൊരു പേടിയാവുന്നുണ്ട്. എന്താ നിങ്ങളും ഞാനാ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞു വരികയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സച്ചിയും രേവതിയും നന്നാമത് കാണുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളാണിത് ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരിക്കലും അവരെ തകർക്കാൻ വേണ്ടി പറ്റില്ല എന്നും, നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ആര് വിചാരിച്ചു കഴിഞ്ഞാലും തകർക്കാനും പറ്റത്തില്ല. അത് മാത്രമല്ല അവർക്ക് ദൈവം കൂടെ ഉണ്ടാകും. നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയും ശ്രുതിയും കൂടി റൂമിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് ഒരു ഒറ്റ ചിരിയാണ്, കാരണം അവർക്ക് അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. എന്നിട്ട് കൈകൂട്ടിയൊക്കെ ആഘോഷിക്കാണ് കേട്ടോ രണ്ടുപേരും കൂടി. അതേസമയം നമ്മുടെ
രേവതിയാണെന്നുണ്ടെങ്കിൽ ടെറസിൽ പോയി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ നന്നാവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ദൈവം ഒരിക്കലും അതിന് അനുവദിക്കില്ല അല്ലേ സജ്ജേട്ട എന്നുള്ള കാര്യം ചോദിക്കുകയാണെ സജ്ജി അരികിലേക്ക് വരുമ്പോ നീ എന്താ ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സജ്ജി തിരിച്ചു ചോദിക്കുന്നുണ്ട്. നീ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ ശരിയാവുന്നത്? ഒരു പറവ പറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാനം ഇരുണ്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഇപ്പോ. വാന ഇരുണ്ടു പോയാൽ എന്താ രേവതി ഇപ്പോ? അത് പിറ്റേ ദിവസം വെളുക്കുക തന്നെ ചെയ്യില്ലേ? പറവയ്ക്ക് പറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചത്തിന്റെ ആവശ്യമൊന്നുമില്ല രേവതി, ദിശ അറിഞ്ഞാൽ മാത്രം മതി. ആ അവസ്ഥയാണ് നമുക്കും. മുന്നേറും എന്നുള്ളൊരു വിശ്വാസം, അതിനുള്ള കഴിവും ഉണ്ടായാൽ മാത്രം മതി. എനിക്കൊരടയാളം വേണമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് സച്ചേട്ടനാണ് എനിക്ക് ഒരു സംരംഭം ആരംഭിച്ചു തന്നത്. എന്നാ അതെനിക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ. അയ്യോ രേവതി, ഈ ചെറിയ കാര്യത്തിന് നീ ഇങ്ങനെ തകർന്നു പോയാൽ എങ്ങനെ ശരിയാവുക? എന്റെ ജീവിതത്തിൽ എന്തോരം വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കറിയോ? അതെല്ലാം താണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ജീവിതം എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ സഹജമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആദ്യം നീ ഭക്ഷണം കഴിക്കാൻ നോക്ക്. വേണ്ട സച്ചേട്ടാ, എനിക്ക് വേണ്ട എന്ന് പറയുന്ന സമയത്ത് രേവതി, ലൈഫിൽ കഷ്ടപ്പാട് വരുന്ന സമയത്ത് നമ്മൾ ധൈര്യമായിട്ടിരിക്കണം. എന്നാലേ നമുക്ക് ആ കഷ്ടപ്പാട് താണ്ടിയിട്ട് എങ്ങനെ മുന്നേറാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ. അതൊന്നും ചെയ്യാതെ എല്ലാം തീർന്നു പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാല് ഇതാണ് ഞങ്ങൾ ഇരിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞിട്ട് ചെയർ ഇട്ടിട്ട് കഷ്ടപ്പാട് അവിടെ വന്നിരിക്കും. നീ ഇപ്പൊ കൂടുതലൊന്നും ചിന്തിക്കാതെ ആദ്യം ഭക്ഷണം കഴിക്കേ. ഇല്ല സച്ചേട്ടാ, എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ നീ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാനും കഴിക്കില്ല, ഞാനും പട്ടിണി കിടന്നോട്ടെ എന്നുള്ള കാര്യം ചോദിക്കണേ. അല്ല സച്ചേട്ടാ, സച്ചേട്ടൻ എനിക്ക് ആദ്യമായിട്ട് വെച്ച് തന്ന കടയാണ്, അത് എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ല. കോർപ്പറേഷനുകാർ വന്ന് എടുത്തോണ്ട് പോയാലും രേവതി നിനക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റാന്ന് ചോദിക്കുകയാണെ സച്ചി. ഈ ഏരിയയിൽ ആരും നമുക്കെതിരെ കംപ്ലൈന്റ് ഒന്നും കൊടുക്കില്ല. ഇതിനിടയിൽ വേറെന്തോ കളികൾ നടന്നിട്ടുണ്ട്. കട പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീട്ടിൽ വന്ന് ഇരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടാകും. അങ്ങനെയൊന്നും ഇല്ല എന്നും നമ്മൾ അതിന് മുകളിൽ വരും എന്നുള്ള കാര്യം നമ്മൾ കാണിക്കണം രേവതി. അത് നമുക്ക് എങ്ങനെ പറ്റുക എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ എന്താ പറ്റില്ലാത്തത്? ആദ്യം എന്റെ കയ്യിൽ കാറുണ്ടായിരുന്നു, അത് പോയി, വീണ്ടും വന്നു, അതും പോയി, പിന്നെ ഓട്ടോ ആയി. അത് കഴിഞ്ഞതിന് ശേഷം നീ തന്നെ എനിക്ക് കാറ് മേടിച്ചു തന്നില്ലേ? അങ്ങനെ തന്നെയാണ് രേവതി ജീവിതവും. നല്ലതും ചീത്തതും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. നമുക്കും നല്ലത് നടക്കും. നീ ആദ്യം കഴിക്കേ. എനിക്ക് വേണ്ടാന്ന് രേവതി വീണ്ടും പറയാണ് കേട്ടോ. രേവതി, നമ്മളെ വിട്ടിട്ട് ഒരു കാര്യം പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് നമ്മളെ തേടി വരും. നീ വിഷമിക്കണ്ട, നമ്മൾ എന്നും നന്നായിട്ടിരിക്കും, എല്ലാം ശരിയാകുന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഭക്ഷണം നമ്മുടെ സച്ചി തന്നെ രേവതിക്ക് വാരി കൊടുക്കുകയാണ്. അങ്ങനെ രേവതി ഭക്ഷണം കഴിക്കുന്നുണ്ടേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ് കേട്ടോ. ചന്ദ്രമതി രാവിലെ തന്നെ എണീറ്റിട്ട് കിച്ചണിൽ പോയി നോക്കുന്നുണ്ട്. അവിടെ രേവതി ഇല്ല. ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് ശ്രുതി, നിനക്ക് രേവതി ചായ ഇട്ട് തന്നു എന്നുള്ള കാര്യം ചോദിക്കണേ. ഇല്ല ആന്റി, ഇവളെവിടെ പോയി? പുറത്ത് കോലവും വരച്ചിട്ടില്ല, രാത്രിയിലുള്ള പാത്രങ്ങളൊക്കെ അപ്പാടെ തന്നെ ഉണ്ട്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ രാവിലെ തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീറ്റ സമയത്ത് കിച്ചണിൽ പോയി നോക്കി, പക്ഷെ അവിടെ ഒന്നും ആളെ കാണുന്നില്ല. ഇവൾ എവിടെ പോയി കിടക്കാണോ ആവോ എന്നുള്ള കാര്യം പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവള് ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് രേവതി കുറച്ച് ലേറ്റ് ആയി പോയതാണ്. നിക്കടി, നീ എവിടെ പോയിട്ട് ചുറ്റിക്കറങ്ങി വരിക എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഞാനിപ്പോ ടെറസിൽ നിന്ന് എണീറ്റ് വരികയാണ് അമ്മേ. എവിടെ പോയി ചുറ്റിക്കറങ്ങാനാ? നിന്റെ വായല നീട്ടം കുറവൊന്നും ഇല്ലല്ലോ. എല്ലാവരും എണീറ്റിട്ട് എത്ര നേരായി? നീ ഇപ്പൊ ആടി അലഞ്ഞിപ്പോ വരുന്നതേ ഉള്ളൂ. നിന്റെ അടുത്ത് ആദ്യം ആരാ പറഞ്ഞത് മുകളിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്? നീ നോർമലി ഹാളിലല്ലേ കിടക്കാറ്? എവിടെ കിടന്നാലും എന്താ അമ്മേ, ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. അതാ ഞാൻ ചോദിച്ചത്, എന്താ ലേറ്റ് ആയി എന്നുള്ള കാര്യം. രാവിലെ എണീറ്റിട്ട് ജോലി ചെയ്യണം എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? കടയുള്ള സമയത്ത് നീ പൂ മേടിക്കാൻ വേണ്ടിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് ഓടുമായിരുന്നല്ലോ. ഇപ്പൊ എന്താ വീട്ടിലുള്ള ജോലി ചെയ്യാൻ വേണ്ടിട്ട് നിനക്ക് എന്താ പറ്റുന്നില്ലെന്ന് ചോദിക്കുകയാണേ. ഇത്ര നേരമായിട്ട് ഒരാൾ പോലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണേ. എന്താ അമ്മേ, ഞാനില്ലെങ്കിൽ ഒരു ദിവസം വേറെ ആർക്കും കോഫി ഉണ്ടാക്കി കൊടുത്തൂടെ? എന്നിട്ട് ശ്രുതിയെ നോക്കുന്നുണ്ടേ. വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി നിനക്ക് കൊണ്ടുതരട്ടെ. എന്താ വീട്ടിലുള്ള ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം, നീ കാലിന് മേലെ കാലും ഇട്ടിട്ട് ഇവിടെ ഇരുന്നോളൂ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് തന്നെ തലവേദന എടുക്കുന്നുണ്ട്. ചുമ്മാ ഓരോരോ കാരണം പറയല്ലേ. നീ ഇന്നലെ രാത്രി മുതൽ ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്തില്ല. എന്റെ കട പോയതിന്റെ വിഷമത്തിലാണ് ഞാൻ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതി, ഓ പിന്നെ 10 നില കെട്ടിടമല്ല ഇടിച്ചോണ്ട് പോയത്. 10 നില കെട്ടിടം അല്ലെങ്കിലും എനിക്ക് എന്റെ കട വലുത് തന്നെയാണ്. ഇപ്പൊ കടയുമില്ല ഒന്നുമില്ല എന്നായില്ലേ? പിന്നെന്താ? അതെല്ലാം വിട്ടിട്ട് വീട്ടിലുള്ള ജോലി ചെയ്യേണ്ടതല്ലേ? വേറെ ആർക്കും എന്താ ജോലിക്കൊന്നും പോവണ്ടേ? ഇപ്പൊ എന്താ അമ്മേ, എനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു കാണിക്കാണോ? ഇതിലിപ്പോ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അതല്ലേ സത്യം ചന്ദ്രമതി. അല്ലെങ്കിൽ നീ എന്താ അധ്വാനിച്ച്
വെച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നോ കട വെച്ചിട്ടുണ്ടായിരുന്നത്? മറ്റു രണ്ടുപേരും ജോലിക്ക് പോകുന്നത് കൊണ്ട് വീമ്പിന് നീ കട വെച്ചിരുന്നതല്ലേ? അപ്പോഴേക്കും ശ്രുതി അതും ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യാതെ. എനിക്കും അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അമ്മേ, ഇവരുടെ ഇഷ്ടത്തിന് കടയിട്ടു, അതെന്താ ആരും ചോദിക്കാത്ത എന്ന്. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, രേവതി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ അമ്മയുടെ കടയുടെ അടുത്ത് തന്നെ ഒരു കട വെച്ചാൽ മതിയായിരുന്നല്ലോ. ഇപ്പോ വീട്ടിന്റെ മുമ്പിൽ കട വെച്ചിട്ട് ആരോ കംപ്ലൈന്റ് ചെയ്തിട്ട് കടയും പോയി. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, ആരോ നല്ലവര് നമുക്ക് നല്ലത് ചെയ്തു എന്നുള്ള കാര്യം വിചാരിക്കണം. എന്താ അമ്മേ, എന്റെ കട പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണോ? അതേടി, എന്റെ വീട്ടിന്റെ പടിക്കല് നീ കട വെച്ചു, അതുപോലെ തന്നെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ അധികാരം ചെയ്തുകൊണ്ട് ഓരോരുത്തർ വന്നിട്ട് പോ താമാല താന്ന് പറയും. ഇങ്ങനെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ മനഃപൂർവ്വം കട തുറന്നത്? ദൈവത്തിനെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കൊടുങ്കാറ്റ് വന്നതുപോലെ മൊത്തമായിട്ട് പോയി. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. ദൈവത്തിനാണോ ഇഷ്ടപ്പെടാത്തത് അതോ ചില കടയുള്ളവർക്കാണോ ഇഷ്ടപ്പെടാത്തത് എന്നുള്ള കാര്യം അധികം വൈകാതെ അറിയാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് സച്ചി. ഇപ്പൊ എന്തിനാ അവളെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ ചീത്ത വിളിക്കാതെ, നേരം വെളുത്തിട്ട് ഇത്രയും നേരമായി, എന്നിട്ട് ഇത്ര നേരമായിട്ട് ഒരു ജോലിയും ചെയ്തില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി വെക്കുന്നുണ്ട്, എന്താ അവള് മാത്രമേ ഈ വീട്ടിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ? എന്താ ഈ പൗഡർ എടുത്തിന്റെ കയ്യിലെന്താ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ? എവിടെ പോയി ആ വർഷ? അവളെ വിളിച്ച് ജോലി ചെയ്യാൻ വേണ്ടി പറയേണ്ടതല്ലേ? അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത്, എന്താ അവൾമാരൊക്കെ ഇവളെ മാതിരി ചുമ്മാ ഇരിക്കുകയാണെന്നാണ് നീ വിചാരിച്ചത്? വീട്ടില് ഇവള് പാർലറിൽ പോകുന്നു, അവൾക്ക് ഒരുപാട് ജോലിയുണ്ട്, അവള് കൈനേരം സമ്പാദിക്കുന്നുണ്ട്. വർഷയാണെന്നുണ്ടെങ്കിൽ കോടീശ്വരി, എങ്കിൽ പോലും അവള് ഡബിംഗ് ജോലിക്ക് പോയിട്ട് സമ്പാദിക്കുന്നു. നിന്റെ ഭാര്യ മാതിരി ആരും ചുമ്മാ ഇരിക്കുന്നില്ല. ഒരു കോഫി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എത്ര നേരം ഇങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് സ്തുതി വെക്കുമ്പോൾ നീ കോഫിയൊക്കെ കുടിച്ചിട്ട് എന്ത് പണിക്കാ പോകാൻ വേണ്ടി പോകുന്നത്? വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ? വേണമെങ്കിൽ നിന്റെ ഭാര്യയുടെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറ. അപ്പോഴേക്ക് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആന്റി, ഞങ്ങൾക്ക് കോഫി ഒന്നും വേണ്ട, ഞങ്ങള് പുറത്ത് പോയിട്ട് കഴിച്ചോളാം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരൊന്നും ചെയ്യണ്ട, വാ സുധി എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് ശ്രുതി. നിനക്കിപ്പോ സമാധാനമായില്ലേടി? നിന്നെ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പണിയെടുപ്പിക്കുന്നത് മാതിരിയാണല്ലോ നിന്റെ ഭർത്താവ് വന്നിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറുന്നത്. ഇത്രയും നാളും നീ തന്നെയല്ലേ ഈ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നത്? ഇപ്പോ ഞങ്ങൾ തന്നെ ചെയ്യണം. നീ ഇതാദ്യം പറഞ്ഞ പോരായിരുന്നോ? പിന്നെന്തിനാ എണീറ്റിട്ട് വന്നത്? നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. ഞങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. വാക്കിങ്ങിന് പോയിട്ട് രവിയേട്ടൻ ഇപ്പൊ വരും, അവരുടെ അടുത്ത് കോഫി ഇട്ടാക്കി കുടിച്ചോളാം പറയാം. വീട്ടില് ജോലി ചെയ്യില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ, ഇന്ന് കുറച്ച് ലേറ്റ് ആയി, ഞാൻ പോയിട്ട് കോഫി ഉണ്ടാക്കി കൊണ്ടുവരാൻ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നിക്ക്, ഇവര് പറയുന്ന കാര്യമൊന്നും ചെയ്യാൻ വേണ്ടിട്ട് നീ നിക്കണ്ട. എല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് നീ എന്താ ടീക്കടയിലെ മാസ്റ്റർ ആണ്? അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവര് ചെയ്യട്ടെ. അച്ഛൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ കേട്ടിട്ട് ചോദിച്ചിട്ട് ചെയ്തു കൊടുക്ക്. അല്ല സച്ചേട്ടാ, അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. എനിക്കിപ്പോ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ, ഉണ്ടായിരുന്ന കടയും പോയി. ഞാൻ കാരണം ആർക്കും ഒരു ജോലിക്ക് പോകുന്ന ഒന്ന് ലേറ്റ് ആവണ്ട. അമ്മേ, ഞാൻ ദോശ ഉണ്ടാക്കിയാ പോരെന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് ചെയ്യുന്ന ചന്ദ്രമതി. എന്നിട്ട് പോയി രേവതി അവിടുന്ന് അടുക്കളയിൽ നിന്ന് കരയാനുണ്ടോ ചെയ്യുന്നത്. രേവതി പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിയുടെ അടുത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, ഇതാണ് പറയുന്നത്, കുരുവി എത്ര ഉയരത്ത് പറഞ്ഞു കഴിഞ്ഞാലും പറക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. ഓട് വീട്ടിൽ കിടന്നിട്ട് കോട്ട കെട്ടാൻ വേണ്ടി പറ്റില്ല. ആർക്ക് എന്തൊക്കെയാണോ പറ്റുന്നത് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവളൊക്കെ അവസാനം വരെ അടുക്കളയിൽ തന്നെ ഇരിക്കുള്ളൂ. ആ ജോലിയെങ്കിലും വെടിപ്പായിട്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ വലിയ ജോത്സ്യരല്ലേ ഗണിച്ച് പറയാൻ വേണ്ടിയിട്ട്. കുരുവിക്ക് ഒരുപാട് ദൂരം പറക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷെ കുരുവി പറക്കുന്നതിലൂടെ വേറെ ഒന്നിനും പറക്കാൻ വേണ്ടി പറ്റില്ല. ഉയരത്ത് പറന്നാൽ മാത്രമല്ല വലിയ ആളാവുക, ഉള്ളിടത്ത് വെച്ചിട്ട് എന്താണോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക അത് നമ്മൾ സാധിച്ച് കാണിക്കും. പിന്നെ അത് ശരിയാ, നിന്റെ ഭാര്യ സാധിച്ച് ഗോൾഡ് മെഡൽ വാങ്ങാൻ പോവല്ലേ? ഈ വെടിവായത്തിനും പറയുന്നതിന് ഒരു കുറച്ചിലുമില്ല, ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പോവാണേ. എന്നാ നമ്മുടെ സച്ചിയല്ലേ, അത് വെറുതെ വിടോ, ചെയ്ത് കാണിക്കൂലേ? കാണിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണേ. തുടർന്ന് നമ്മുടെ സച്ചി കാർ ഷെഡിൽ പോയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഡള്ളായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ രേവതിക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണേ. ഇതൊക്കെ ആരെങ്കിലും ചെയ്യൂ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പുറമേ എന്നുള്ള ആരും ചെയ്താണെന്നുള്ള കാര്യം തോന്നുന്നില്ല, വീട്ടിലുള്ളവർ ചെയ്തതുപോലെയാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന് സച്ചി പറയുന്നുണ്ട്. എന്തായാലും നീ കോർപ്പറേഷനിൽ പോയിട്ട് സംസാരിക്കണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ കൂടെയുള്ള ഒരാള്. എടാ, ഞാൻ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഫൈൻ കെട്ടിയിട്ട് കട എടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ വീണ്ടും അവിടെ കട വെക്കാൻ വേണ്ടി പറ്റില്ല. ഞാനും ഒരുപാട് സംസാരിച്ചു നോക്കി, പക്ഷെ പെർമിഷൻ തരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ആരോ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായി. ആരാന്നുള്ള കാര്യം മനസ്സിലാകും, അത് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രേവതിയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടാവുന്നത്. അവള് ഒരുപാട് കരഞ്ഞു. എടാ, നീ കട വെച്ച് കൊടുത്തപ്പോ തന്നെ സിസ്റ്ററിന് എന്തോരം സന്തോഷമായിട്ടുണ്ടായിരുന്നു. രേവതി സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് നിനക്ക് കാറ് മേടിച്ചു തന്നില്ലേ? പെട്ടെന്ന് കട പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രേവതിക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റൂടാന്നൊക്കെ ചോദിക്കുകയാണെ മഹേഷ്. എടാ, ഈ ഏരിയയിലുള്ള കട വെക്കാൻ വേണ്ടി പറ്റാത്തത്, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ എവിടെയെങ്കിലും നോക്കിയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതല്ലടാ, രേവതിക്ക് ഈ ഒരു ഏരിയയില് അവർക്ക് നല്ല മാർക്കറ്റിംഗ് ഉണ്ട്.
എന്തായാലും മഹേഷ് പറയുന്നുണ്ട് കേട്ടോ, സച്ചി ഉടനെ തന്നെ ആ കംപ്ലൈന്റ് ചെയ്ത് ആരാന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അവർക്ക് നല്ല പണി കൊടുക്കണം എന്നുള്ള കാര്യം. എന്നിട്ട് എന്താടാ കാര്യം, നമ്മൾ നന്നാവരുതെന്ന് വിചാരിച്ചിട്ട് ആരോ ചെയ്തതാണ്. പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ തല കുനിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ലല്ലോ, മുന്നേറി കാണിച്ചു കൊടുക്കണ്ടേ. അത് കാണുമ്പോൾ തന്നെ അവർക്ക് വയറ്റിരിച്ചിൽ കൂടിക്കോളൂ. രേവതിയുടെ മനസ്സ് വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. വലിയൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് AC-ല് ഫ്ലവറൊക്കെ വെച്ചിട്ട് പുറംനാട്ടിലേക്ക് കയറ്റി അയക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചിയെ. എന്താ നിങ്ങളെല്ലാവരും നോക്കുന്നത്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ ഈ അവസ്ഥയിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ? പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാടാ. സ്വപ്നം കാണുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, എന്നാലല്ലേ നമുക്കത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ എവിടെന്നെങ്കിലും നമ്മളിത് ആരംഭിക്കണമല്ലോ. ആദ്യ സ്റ്റെപ്പ് എടുത്തു വെച്ചാലേ നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിനിപ്പോ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണേ. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ചെറിയൊരു AC റൂം കട നോക്കിയാലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എടാ നമ്മളെന്താ പോലെ ഷോറൂം എന്തെങ്കിലും ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ്, AC-ലൊക്കെ പോയിരിക്കാന്. അത് മാത്രമാണോ, പൂ മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാര് വലിയ വലിയ കട നോക്കിയിട്ട് വരും. എവിടെയെങ്കിലും ചെറിയ കട ഉണ്ടെങ്കിൽ അവിടുന്ന് എല്ലാവരും മേടിച്ചിട്ട് പോകും. കാരണം എല്ലാവരും അമ്പലത്തിൽ പോകാനും വിശേഷ കാര്യങ്ങൾക്ക് പോകാനൊക്കെ ഉള്ള ധൃതിയിലായിരിക്കുമല്ലോ. ടിവിയും ഫ്രിഡ്ജൊക്കെ മേടിക്കുന്നവരെ മാതിരി ആരെങ്കിലും സമാധാനത്തോടു കൂടി വന്നിട്ട് മേടിച്ചിട്ട് പോവോ സാധനങ്ങൾ? അത് മാത്രമല്ലടാ, ഇങ്ങനത്തെ കടയൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ കടയുടെ വാടക, പിന്നെ കറണ്ട് ബില്ല്, അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ വേണ്ടി വരില്ലേ? അതിനിപ്പോ എന്താടാ ചെയ്യാ? രേവതിയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. വീണ്ടും രേവതി സന്തോഷവതിയാവണം. അതിന് ആ ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ അവളെ ഏതെങ്കിലും കോമഡി പടത്തിന് കൂട്ടിക്കൊണ്ടുപോയ പോരെ? അത് അവള് ചിരിക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ കോമഡി പറഞ്ഞാലുണ്ടല്ലോ, എന്റെ അടുത്ത് കിട്ടുമെന്ന് പറയാണ് സച്ചി. ഇവരുടെ സംസാരത്തിന്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ടിന്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. അനിയത്തിയാണ് വിളിച്ചത്, വേറൊന്നുമല്ല, സാധനം ഓൺലൈനായിട്ട് വരുന്നുണ്ടല്ലോ, അതിനുള്ള പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താടാ അനിയത്തിയുമായിട്ടാണോ അടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, അവളൊരു കർച്ചീഫ് വാങ്ങുകയാണെങ്കിൽ പോലും ഓൺലൈനായിട്ടേ വാങ്ങുള്ളൂ എന്നുള്ള കാര്യം പറയുകയാണേ. ഇപ്പോഴത്തെ ഒരു കാലം പോയ പോക്കെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് വേറൊരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. എടാ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, ഇവൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. ഇപ്പൊ ആരും സാധനം പോയി തേടി വാങ്ങുന്നില്ല എന്ന്. ഇപ്പോഴത്തെ കാലത്ത് ആരും കടയിലേക്ക് വന്നിട്ട് സാധനങ്ങൾ മേടിക്കുന്നില്ല. അതുപോലെ തന്നെ രേവതിയുടെ കടയിലേക്ക് കുറച്ചു പേരും വരാറില്ല, അവൾ പോയി കൊണ്ടു കൊടുക്കാറാണ് ചെയ്യാറ്. സ്ഥിരമായിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ തന്നെ അവരുടെ വീട്ടിലേക്ക് പൂക്കൾ കൊണ്ടുപോയി കൊടുത്താല് സച്ചി എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഈ ഭക്ഷണം സാധനങ്ങളൊക്കെ വണ്ടിയിൽ ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കുന്നില്ലേ, അതുപോലെ ഫോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പൂവ് വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കട, അങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്താല് എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുകയാണേ. നല്ല ഐഡിയ ആടാ, ഒരുപാട് ഓർഡർ വരും എന്നുള്ള കാര്യം മഹേഷ് പറയുന്നുണ്ട്. അപ്പോ അതിനൊരു വണ്ടി വാങ്ങണം, അതിനൊക്കെ ഒരുപാട് ചെലവാവില്ല എന്നുള്ള കാര്യം കൂടുതലവർത്തും ചോദിക്കുമ്പോ, എടാ ചെലവാവാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും എന്റെ കയ്യിൽ കുറച്ച് കാശ് കമ്മിയാണ്. എടാ ഞങ്ങൾ നിനക്ക് പൈസ തരാനില്ലേ, നിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ അത്രയ്ക്കും വാങ്ങിയില്ലേ, ശരി നിങ്ങളുടെ കയ്യിലൊക്കെ എത്ര ഉണ്ടെന്ന് വെച്ചാൽ തരാൻ വേണ്ടി പറയാണേ. അങ്ങനെ അവര് കൊടുത്ത പണമൊക്കെ എണ്ണി നോക്കുന്നുണ്ട്. നമ്മുടെ സച്ചിയുടെ കയ്യിലുള്ളതും കൂടി കൂട്ടിയിട്ട് ഏകദേശം 20,000 രൂപേന് മേലെ വരും. എന്തായാലും ആദ്യം ആ പണം കൊടുത്തിട്ട് വണ്ടി മേടിക്കാം, ബാക്കി ഡ്യൂ കെട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് പോവാണേ. ഞാനും വരാം എന്നുള്ള കാര്യം മഹേഷ് പറയുമ്പോൾ, നിങ്ങളുടെ കയ്യിലുള്ള കാശൊക്കെ എന്റെ കയ്യിൽ കൊടുത്തു, ഇനി വല്ല ഓട്ടം വരുമോ എന്നുള്ള കാര്യം നോക്കടാ എന്ന് പറഞ്ഞിട്ട് മഹേഷിനോട് തന്നെ നിർത്തുവാണേ. അങ്ങനെ സച്ചി നേരെ ഒരു സ്കൂട്ടി മേടിക്കുന്ന ഷോറൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ, വൈഫിന് വേണ്ടിയിട്ടാണെന്നും. അത് മാത്രമല്ല പുറമെ ഒരു ബോക്സ് പോലെ വെച്ച് തരണം, പൂവൊക്കെ കൊണ്ടേ കൊടുക്കാനുള്ള ആ ഒരു സിസ്റ്റത്തിനാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്തു തരാമെന്ന് ഷോറൂം എന്ന് പറയുന്നുണ്ട്. സാറിന്റെ വൈഫിന് എന്ത് കളറാണ് ഇഷ്ടം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അയ്യോ അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ എനിക്ക് അറിയില്ലല്ലോ എന്ന് സച്ചി. ഇത് കേൾക്കുമ്പോൾ അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ എന്താടാ എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ എനിക്ക് അറിയില്ല എന്നുള്ള കാര്യത്തിലല്ലേ നോക്കുന്നത്? കല്യാണം കഴിഞ്ഞ് കുറച്ചായേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ അതൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ലെന്ന് പറയണേ. കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ചോദിക്കാം. സച്ചി ഫോൺ ചെയ്ത ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട്, എന്താ സച്ചിയേട്ടാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരില്ലേ? ഇനി വരില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ വരും, ഞാൻ ആ കാര്യത്തിനല്ല വിളിച്ചത്, വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണ്. എന്താ കാര്യം സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിക്കുകയാണേ. എന്താ സച്ചിയേട്ടൻ പെട്ടെന്ന് കളറൊക്കെ ചോദിക്കുന്നത്? നീ പറ രേവതി എന്ന് പറയുമ്പോൾ, എന്തിനാ സച്ചിയേട്ടാ, സാരി എന്തെങ്കിലും മേടിച്ചു തരാൻ വേണ്ടിയിട്ടാണോ? കടയെടുത്തുകൊണ്ട് പോയത് കൊണ്ട് നീ കരഞ്ഞോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സാരി മേടിച്ചു തരാനുള്ള പരിപാടിയാണോ? ഓഹോ, സമാധാനപ്പെടുത്താൻ വേണ്ടിട്ട് അപ്പൊ 2 സാരി മേടിച്ചോണ്ട് തന്നാ മതിയോ? അതൊന്നും വേണ്ട സച്ചിയേട്ടാ, എന്റെ കയ്യിൽ ഓൾറെഡി ഒരുപാട് സാരി ഉണ്ട്,
ഒന്നും വാങ്ങണ്ട, സച്ചിട്ട് പെട്ടെന്ന് തന്നെ വാ, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. ഞാൻ വരാം രേവതി. ആദ്യം നീ നിനക്ക് ഇഷ്ടമുള്ള കളറ് പറ. എന്തിനാ സച്ചേട്ടാ, വേണ്ട വിട്ടേക്കെന്ന് പറയാണ്. രാവിലെ എണീക്കാൻ ലേറ്റ് ആയിട്ട് ജോലിയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പോരെ തെറി വിളിച്ചതാണ്. ഇനിയിപ്പോ നിങ്ങൾ സാരി മേടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിയും കൂലിയാലില്ലാത്ത എനിക്ക് പുതിയ സാരിയോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടായിരിക്കും അടുത്ത് തുടങ്ങുന്നത്. അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവരെ കാര്യം വിട്, ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി ആദ്യം നീ പറ. ഈ സച്ചേട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സച്ചേട്ടൻ എനിക്ക് ഒരുവിധം എല്ലാ കളറും ഇഷ്ടമെന്ന് പറയുമ്പോ നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളർ പറ. അങ്ങനെ ഒരു റെഡ് കളറാണ് കേട്ടോ പറയുന്നത്, പക്ഷെ അതൊരു കണ്ണ് കുത്തുന്നത് അവരുടെ ഒരു ബ്രൗണിഷ് പോലത്തെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുണ്ട്. പിന്നെ കനകാമ്പര കളർ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കനകാമ്പര കളറും മഞ്ഞ കളറും എല്ലാ പൂവും വെക്കാന്ന് പറയാണേ. പൂ വെക്കാന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് രേവതി. അതൊന്നുമില്ല, നല്ല കളറാണ്, ഞാൻ നോക്കിക്കോളാം, നീ വെക്കെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണേ. അങ്ങനെ സ്കൂട്ടി ഓക്കെ ആക്കാണ്. ലോണാണ് ഉദ്ദേശിക്കുന്നത്, ഡൗൺ പേയ്മെന്റ് അടയ്ക്കാം, പിന്നെ ആ ബോക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം, എല്ലാത്തിനും കൂടെ എത്രയാവുന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വരും, ബാക്കി ഫോംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് സച്ചിയെ കൂട്ടി ഉള്ളിൽ പോവാണ്. അങ്ങനെ വണ്ടിയൊക്കെ മേടിച്ച് നമ്മുടെ സച്ചി വീട്ടിലെത്താണ് കേട്ടോ. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഗേറ്റിന്റെ അവിടെയാണേ. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ രവിയെ വിളിക്കുന്നുണ്ട്. അച്ഛൻ എവിടെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്. നീ എവിടെയാ സച്ചി? ഞാൻ വീടിന്റെ പുറത്തുണ്ടെന്ന് പറയാണേ. നീ എന്തിനാണ് അവിടുന്ന് ഫോൺ ചെയ്യുന്നത്? അച്ഛൻ പെട്ടെന്ന് അമ്മയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ. അത് കഴിഞ്ഞ് അടുത്ത കോള് വിളിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെയാണ്. സുധിയെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹലോ എടാ, നീ വീട്ടിലല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ. അല്ലാണ്ട് പിന്നെ നീ ഇപ്പൊ എവിടെ പോവാനാ? പൗഡർ എടുത്തും വീട്ടിൽ തന്നെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എന്തേ? അപ്പോഴേ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വാ. എന്തിനാ വരുന്നതെന്ന് ചോദിക്കുമ്പോ അതൊക്കെ പറയടാ, വിട്ടുപോകരുത്, പൗഡർ എടുത്ത് എന്തായാലും കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് സച്ചി. സുധി ആരാ വിളിച്ചതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം സച്ചിയെ വിളിച്ചത് പുറത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു, നിന്നെയും കൂട്ടിയിട്ട്. എന്തായിരിക്കും ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ശ്രുതി. അടുത്തത് നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് വർഷയും കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ രേവതിയെ വിളിക്കുന്നത്. രേവതി, നീ വീടിന്റെ പുറത്തേക്ക് വാ എന്ന് പറയുമ്പോ സച്ചേട്ട എത്തിയോ? ഞാനെന്തിനാ വീടിന്റെ പുറത്തേക്ക് വരുന്നത്? സച്ചേട്ട ഉള്ളിലേക്ക് കയറി വാ. എന്തിനാ എല്ലാവരും എന്താന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ആദ്യം പുറത്തേക്ക് വാ, ഞാൻ കാര്യം പറയാം. എന്നിട്ട് ഫോൺ വെക്കുന്നുണ്ട്. രേവതി ഒന്നും പറയാൻ വേണ്ടിയിട്ട് അനുവദിക്കാതെ ഇവിടെ നിൽക്കുവാണ് കേട്ടോ. സച്ചി എല്ലാവരും വിളിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ വർഷ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി സച്ചേട്ടൻ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്തിനാന്നറിയില്ല, എന്നെ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു രേവതി. എന്തിനാ അവന്റെ കാറെങ്ങാനും നിന്ന് പോയോ? എല്ലാവരും വിളിച്ചിങ്ങോട്ട് തള്ളാൻ വേണ്ടിയിട്ടാണോ വിളിക്കുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഒരു കാരണമില്ലാതെ സച്ചി വിളിക്കില്ല, എന്തായാലും വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിയിട്ട് രവി പുറത്തേക്ക് ഇറങ്ങുവാണേ. എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ശ്രുതി ആദ്യം ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കടാന്ന് പറയാണേ. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ എല്ലാവരും വിളിച്ചിട്ട് സ്കൂൾ പിള്ളേരെ പോലെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ധൃതി പിടിക്കില്ലേ രേവതി, ആദ്യം നീ ഇങ്ങോട്ട് വാ. ഇപ്പോ റിബൺ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിനാണ് എല്ലാവരും വിളിച്ചതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്താ ഷോറൂം എന്തെങ്കിലും ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം വർഷ വയ്ക്കുമ്പോ ആര് ഇവനോ? രാവിലെ ബാറ് തുറക്കാൻ വേണ്ടി പോവോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്ന ചന്ദ്രമതി. എന്താ കോമഡിയാണോ? എന്തായാലും ഇരിക്കട്ടെ, വൈകുന്നേരം വന്നിട്ട് ചിരിക്കാന്ന് പറയണേ സച്ചി. അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട്, സച്ചി എന്ത് കാര്യം പറയാൻ വേണ്ടിയിട്ടാ നീ എല്ലാരും വിളിച്ചത്? അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ആ ഗേറ്റ് അങ്ങ് തുറക്കുകയാണ് കേട്ടോ. സ്കൂട്ടി കാണുന്ന സമയത്ത് ഇത് ആരുടെ വണ്ടിയാന്ന് ചോദിക്കുകയാണെ. അതച്ഛാ ഞങ്ങളുടെ വണ്ടി തന്നെയാണ്, ഇവിടെ കണ്ടില്ലേ RS എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. കാറിന്റെ മേലെ ഒടിച്ചിട്ടില്ലായിരുന്നോ? ഇപ്പൊ ഇതിന്റെ മേലെ ഒടിച്ചല്ലേ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. അതെ രേവതി സ്വന്തം കാലിൽ നിന്നിട്ട് അധ്വാനിക്കണം എന്ന് വിചാരിച്ചും കൊണ്ട്, അവള് നല്ല രീതിയിൽ എത്തണമെന്ന് വിചാരിച്ചും കൊണ്ട് കട തുടങ്ങി കൊടുത്തു. എന്നാൽ അവളുടെ വളർച്ചയെ ചിലര് കണ്ണുവെച്ചു. അതുകൊണ്ട് ശകുനിപ്പണിയൊക്കെ നോക്കിയിട്ട് കട എടുത്തു. കട പോയതിനു ശേഷം രേവതിയുടെ മനസ്സ് തന്നെ ശരിയല്ലായിരുന്നു അതുമാത്രമല്ല രേവതി അങ്ങനെ ചുമ്മാ വീട്ടിലിരുന്നവളൊന്നുമല്ല. ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ അവള് ഓടിച്ചാടി പണിയെടുത്തോണ്ടിരുന്നതാണ്. അവൾക്കാണെങ്കിൽ ചുമ്മാ ഇരിക്കാനും അറിയത്തൂല്ല. ഇവിടെയൊക്കെ ചിലര് സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പം മുതലേ എന്റെ രേവതി സമ്പാദിക്കാൻ തുടങ്ങിയതാണ്. അതെല്ലാവർക്കും അറിയാലോടോ എന്നുള്ള കാര്യം രവി പറയാണ്. ഇപ്പോ എന്തിനാ ഈ വണ്ടി? ഇനി ഇതാണ് രേവതിയുടെ പൂക്കട. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും മുഖത്തോട് മുഖം നോക്കുവാണേ. എടാ ഇതിനകത്ത് എങ്ങനെയാടാ പൂക്കട എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുന്നുണ്ട്. മൊബൈൽ പൂക്കട. ഈ വണ്ടിയിൽ പൂ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം. സച്ചേട്ടൻ എന്താ പറയുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. അതേ രേവതി, ഇവിടെ ഒരു ബോക്സ് വെക്കും. ഈ ബോക്സ് ആവശ്യമുള്ളപ്പോ വെക്കാം, ആവശ്യമില്ലാത്ത സമയത്ത് എടുത്ത് കളയാം. അതില് 500 മാല കെട്ടിയിട്ട് കഴിവ് തെളിയിച്ച രേവതി, സച്ചിയുടെ ഭാര്യ രേവതി പൂക്കട തുടങ്ങാൻ വേണ്ടി പോവാണ്. രേവതിയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കട എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. എന്തിനാ സച്ചേട്ട വെറുതെ ആവശ്യമില്ലാത്ത ചെലവ് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ എന്ത് വലിയ ചെലവ്? പൂ കെട്ടിയ പണം കൊണ്ട് നീ കാറ് പഠിച്ചു തന്നല്ലേ എനിക്ക്? നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടി ചെയ്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? നമ്മുടെ കട പോയാൽ എന്താ? നീ ചെയ്യുന്ന കാര്യം സാധാരണ ജോലിയല്ല. സ്വാമിയുടെ കാലിൽ വെക്കുന്ന പൂവ് നീയാണ്
ദിനവും കെട്ടിക്കൊടുക്കുന്നത്. മേക്കപ്പ് ഇടുന്നതും അതുപോലെ ഡബിങ് ചെയ്യുന്നതും കാർ ഓടിക്കുന്നതും ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ജോലിയാണ് നീ ചെയ്യുന്നത്, എല്ലാത്തിനേക്കാളും പുണ്യമുള്ളത്. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇതിന് അമ്മയുടെ പേര് വെക്കാത്തത്? പൗഡർ എടുത്ത് അമ്മയുടെ പേരിലാണ് പാർലർ ആരംഭിച്ചത്, മൊത്തത്തിൽ നിന്നില്ല, പാതിയിലെ പേര് പോയി. ഞങ്ങളും കടയ്ക്ക് അമ്മയുടെ പേരാ വെച്ചത്, കട തന്നെ കോർപ്പറേഷനുകാര് എടുത്തിട്ട് പോയി. അതുകൊണ്ട് പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് അക്ഷരങ്ങൾ കാണിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് രേവതിയുടെ പേര് തന്നെ വെച്ചത്. തുടർന്ന് വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്തായാലും ഈ ഐഡിയ സൂപ്പറാണ്. നിങ്ങൾക്ക് ഗേറ്റിനുള്ളിൽ പാർക്ക് ചെയ്യുകയും ചെയ്യാം, ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. വീണ്ടും കട ആരംഭിച്ചില്ലേ, കൈ താ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയണേ. ശ്രീകാന്തും കൺഗ്രാചുലേഷൻസ് പറയുന്നുണ്ട്. തുടർന്ന് സച്ചി ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് കീ കൊടുക്കാൻ വേണ്ടി പറയാനുണ്ട് രേവതിക്ക്. ചന്ദ്രേ നീ കൂടി വന്ന് നിൽക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കീ കൊടുത്തിട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി ഇനി ആർക്കും നിന്നെ ജോലിയില്ലാതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുക എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. വാ നീ വണ്ടി ഓടിക്കുന്നുള്ള കാര്യം പറയാണേ. അത് കഴിഞ്ഞ് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? നിങ്ങൾ പിന്നിലിരിക്കും, അപ്പൊ നിനക്ക് മനസ്സിലാകും. അച്ഛ ഇവളെന്താ ഇരുന്ന് കഴിഞ്ഞാൽ അറിയുന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത്? അവൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് അറിയുന്നത് കൊണ്ടാണ് നിന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്. എടാ ഇരിക്കടാ എന്നുള്ള കാര്യം രവി. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ പുറകിലെ ഇരുന്നിട്ട് രണ്ടുപേരും വണ്ടിയെടുത്ത് പോവാണ് കേട്ടോ. രേവതിയുടെ കട കംപ്ലൈന്റ് ചെയ്ത് കോർപ്പറേഷൻകാരെ കൊണ്ട് എടുപ്പിച്ച് രേവതിയെ എന്നേക്കുമായിട്ട് അടുക്കളക്കാരിയാക്കി മാറ്റാന്നുള്ള ചന്ദ്രമതിയുടെ മനസ്സിലിരിപ്പ് അങ്ങോട്ട് മാറ്റി കൊടുത്തു നമ്മുടെ സച്ചി. ഈ രംഗം കാണുമ്പോൾ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും അവസ്ഥ എന്തായിരിക്കും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. സച്ചിയുടെ ഈ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ. സച്ചിയെ ഇഷ്ടമുള്ളവര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ്